നമസ്കാരം. എന്റെ പൊന്നി യൂനസിക്ക, അപ്പോഴേ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞതാണ് നാശത്തിലേക്ക് നിങ്ങളെ പോക്കെന്ന്. പക്ഷെ അപ്പോ മൈൻഡ് ചെയ്തില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഇന്ത്യയോട് നിങ്ങളുടെ വെളച്ചിലൊന്നും എടുക്കരുതെന്ന് പലവട്ടം താക്കീത് തന്നതാണ് മോദിജി. അപ്പൊ പുച്ഛിച്ചു തള്ളി. ഇപ്പൊ ഗതികേടിക്കും. ആ പഴയ ഭീഷണി സ്വരമൊന്നും ഇപ്പൊ കേൾക്കാനില്ലല്ലോ. എങ്ങനെയും ഇരുട്ടിലാകാതെ രക്ഷപ്പെടുക എന്നത് മാത്രമായി ലക്ഷ്യമല്ലേ? പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. അദാനി സാർ തനിയണം. അരിയും കറണ്ടും ഇന്ത്യ കൊടുക്കണം, അടി കൂടാനായി നിന്ന് കൊടുക്കണം. അതൊക്കെ എന്നാ ഒരു ഏർപ്പാടായ എന്റെ പൊന്നി യൂനസിക്ക. ഇടുന്ന ജെട്ടി വരെ അരിപ്പ പരുവത്തിലായാലും കുമാറിന്റെയൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു സൂപ്പർ പവർ ആണെന്ന്. പക്ഷെ അതങ്ങ് പോയി കിട്ടി. കഞ്ഞി കുടിക്കണേ പോലും ഭാരതം കനിയണം. സ്വന്തമായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവുന്നില്ല എന്നിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് ഏറ്റവും വലിയ കോൺഗ്രസ്. ഇന്ത്യയെ തകർക്കാൻ കട്ട സപ്പോർട്ടിന് കട്ടള പോലെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ സോറസ് മാമൻ ചതിച്ചുവല്ലേ. ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയെക്കാളും മുന്നിൽ എന്ന പരിഗണനയെങ്കിലും അദാനി അണ്ണൻ കൊടുക്കണം എന്നാണ് ഞമ്മന്റെ ഒരു ഇത്. എന്തൊരു ആവേശമൊക്കെ ആയിരുന്നു. പട്ടിണി സൂചികയിൽ ഇന്ത്യയെക്കാളും മുന്നിൽ. എന്തൊരു തള്ളായിരുന്നോ എന്തോ. ഒടുവിൽ പവനായി ശവമായി. ഇപ്പൊ കുമ്പിടി തട്ടിപ്പാലേ. അവിടെ സന്തോഷം പൂത്തുലയുന്നു എന്നായിരുന്നല്ലോ കേരള ഹമാസ് ഘടകം വിളമ്പിയിരുന്നത്. പക്ഷെ യൂനസിക്ക പേടിക്കണ്ട. ഇന്ന് കേരളത്തിലെ സുഡാപ്പികളെയും അന്തം കമ്മികളെയും അറിയിച്ചാൽ മാത്രം മതിയെന്നേ. അവർ സേവ് ബംഗ്ലാദേശിന് വേണ്ടി ബക്കറ്റ് പിരിവിട്ട് സഹായിക്കുന്നു. മറ്റേ BGM ഒക്കെ ഇട്ട് വീഡിയോ ഇറക്കും. ഏത് നന്മയുള്ള ലോകമേ കേട്ടിട്ടില്ലേ? അത് തന്നെ. അതല്ല, ഒന്നും ശരിയായില്ലെങ്കിൽ ഇപ്പൊ എന്നാ കുഴപ്പം? മണ്ണെണ്ണ വിളക്കാണെങ്കിൽ എന്നാ ഹാപ്പിനെസിന്റെ ചെക്കില്ലേ? അത് ഉരുങ്ങിതിനായി. ദീപാവലി ആഘോഷിക്കാനും ചിരാത് കത്തിക്കാനും ഒക്കെ ഹിന്ദു ജനങ്ങളെ അനുവദിക്കാതിരുന്ന ജമാഅത്തെ ഇസ്ലാമി ഗ്രൂപ്പായ യൂനസിന്റെ ബംഗ്ലാ മുക്കാലികൾ എല്ലാ രാത്രിയും ചിരാത് കത്തിച്ച് ദീപാവലി ആഘോഷിക്കട്ടെ എന്ന് അദാനി അണ്ണൻ അങ്ങ് തീരുമാനിച്ചു. മുഴുവൻ വൈദ്യുതിയും നൽകിയില്ലെങ്കിൽ ഇപ്പൊ തീർത്ത് കളയും, ശരിപ്പെടുത്തി കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയപ്പോ ഇങ്ങനെ ഒരു പണി പ്രതീക്ഷിച്ച് കാണില്ലല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ അവരെ കണ്ടു പഠിക്കണം. പിച്ചയെടുത്താണ് ജീവിക്കുന്നതെങ്കിലും എന്നാ ഒരു അഹങ്കാരവാ, എന്നാ ഒരു ഇതാ അല്ലെ? ലോക സമാധാനത്തിന് വേണ്ടി മാറ്റിവെച്ച ആ ഫണ്ടില്ലേ, അതങ്ങ് കുറച്ച് കൊടുത്ത് സഹായിക്കണം എന്നാണ് ഞമ്മന്റെ ഒരു അഭിപ്രായം. ഞമ്മക്കാരെയും കൊല്ലാം, ഇരയാരെ എന്നതൊന്നും ഒരു പ്രശ്നമല്ല. വേട്ടക്കാരൻ ഞമ്മളായിരിക്കണം. അതിനുള്ള അവകാശം ഞമ്മക്ക് മാത്രമാണ് എന്നൊരു അഹങ്കാരം ഉണ്ടാകും. അതിപ്പോ പോയി കിട്ടി എന്നതാണ് വാസ്തവം. എന്നാലും ഇനി അദാനി അണ്ണന് മോദിജിയും കനിയാതെ ബംഗ്ലാദേശിൽ വിളിച്ചെത്തില്ല. അത് എങ്ങനെയും സെറ്റാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് യൂനസിക്ക. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ടല്ലോ. നാട്ടിലെ ഹിന്ദുക്കളെ മൊത്തം ഇല്ലായ്മ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പണി വിചാരിച്ചു കാണില്ലല്ലേ? പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്, അപ്പൊ തന്നെ കൊടുക്കും. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന ലൈനാണ് ഇപ്പോൾ യൂനസിക്കയ്ക്ക്. നൊബേൽ പ്രൈസ് ജേതാവ് സൂപ്ര എന്തൊക്കെ ബഹളമായിരുന്നല്ലേ? ഇത്രയും നല്ലൊരു മനുഷ്യനെയാണല്ലോ നമ്മൾ തെറ്റിദ്ധരിച്ചത് പോലും നമ്മൾ വിചാരിച്ചു. എന്നായാലും ആദ്യം കൊടുക്കാനുള്ള പണമൊക്കെ അങ്ങ് കൊടുക്ക്, എന്നിട്ടല്ലേ ബാക്കി. ഈ വാളെടുത്തവൻ വാളാലെ എന്ന് കേട്ടിട്ടുണ്ട്. അതാണ് ഇവിടെയും സംഭവിച്ചത്. ഒരു തരിക്കങ്ങ് അടങ്ങുന്നേ, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം.